Hello everyone, this is going to be a lecture on your chapter Love Lines in the Times of Chaturvarna by Chandraban Prasad. So it is going to be a very small, very interesting and very easy essay. ഇതൊരു ആർട്ടിക്കിളാണ്, ഒരു റൈറ്റപ്പാണ്, ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു കോളത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു റൈറ്റപ്പാണിത്. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഇൻട്രസ്റ്റിംഗ്. സോ ബിഫോർ വി ആക്ച്വലി ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് അബൌട്ട് Chandraban Prasad or even the essay, look at the beautiful title, Love Lines in the Times of Chaturvarna. So that, like I always explain in the class, titles are not just decorative, they have a purpose. എപ്പോഴും അതിനൊരു കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടാവും. ആ ഒരൊറ്റ ലൈൻ കാണുമ്പോൾ നമുക്ക് പല ഇമ്പോർട്ടൻറ്റ് ദ സ്ട്രൈക്കിംഗ് പോയിൻറ്റ്സ് ഓഫ് ദ ചാപ്റ്റർ ഓർമ്മ വരണം. അങ്ങനെയുള്ളൊരു ടൈറ്റിലിനെയാണ് നമ്മൾ ബ്രില്യൻ ടൈറ്റിൽ അല്ലെങ്കിൽ ദി എക്സലൻറ്റ് ടൈറ്റിൽ എന്ന് പറയുക. സോ വിത്തൗട്ട് മച്ച് അഡോറേഷൻ, ദിസ് ടൈറ്റിൽ ഓൾസോ സെർവ്സ് ദ സെയിം പർപ്പസ്, യു നോ. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടൈറ്റിൽ. സോ ലുക്ക് അറ്റ് ദ ടൈറ്റിൽ, ലവ് ലൈൻസ്. വാട്ട് ഈസ് ലൈൻസ്? നമുക്കെപ്പോഴും പറയത്തില്ലേ, നമുക്ക് എന്തിനും ഒരു വര ഉണ്ടാവും എന്നൊക്കെ പറയത്തില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ ലവിൽ എന്ത് ലൈൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്നത്. അതിനെ ആൻസർ ചെയ്യുന്നതാണ് സെക്കൻഡ്, ഏകദേശം ഒരു ഹിൻറ്റ് തരുന്നത് പോലെയാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സെയിം ടൈറ്റിൽ, ചാതുർവർണ്ണ. വർണ്ണ നമുക്കറിയാം, ലൈക്ക് നമ്മൾ പാരലലി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കളർ എന്നാണ് വരിക. പക്ഷെ വർണ്ണ മീൻസ് കാസ്റ്റ് സിസ്റ്റം. So we have a certain kind of caste system existing in our community, in our society, and especially there are 4 layers. അതിനെയാണ് നമ്മൾ ഈ ചാതുർവർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ഐ തിങ്ക് യു മൈറ്റ് നോ ദ 4 layers that are in existence in our society. It is Brahmins, Kshatriya, Vaishya and Shudra. So this has been the way it has been divided. നമ്മുടെ സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ടെക്സ്റ്റ് കോൾഡ് മനുധർമ്മ ശാസ്ത്ര. It is one of the first and primary text of the religion, and അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാറ്റഗറൈസേഷനാണ് നമ്മൾ ഇന്നും സട്ടിലായിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടെങ്കിലും ഫോളോ ചെയ്യുന്ന സോ കോൾഡ് ചാതുർവർണ്ണ സിസ്റ്റം. ചാതുർവർണ്ണ എന്ന് കേൾക്കുമ്പോൾ കിളി പോയ പോലെ ഇരിക്കരുത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഡിവിഷൻ ദാറ്റ് ഇസ് ഇൻ എക്സിസ്റ്റൻസ് ഇൻ ആ കമ്മ്യൂണിറ്റി, ഇൻ ആ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി ഇൻ പെർട്ടിക്കുലർ. സോ ദി സോഴ്സസ് ഓഫ് വിച്ച്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതും ഫോളോ ചെയ്യപ്പെടുന്നതും ഇസ് അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ് കോൾഡ് മനുധർമ്മശാസ്ത്ര. സോ ഈ കാസ്റ്റ് സിസ്റ്റം കമ്മിങ് ഇൻ ടു പ്ലേ and thus affecting the concept of love, so that there comes a line, a boundary, a kind of scaling. അതിനെയാണ് ടൈറ്റിലിൽ ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചാതുർവർണ്ണ എന്ന് പറയുന്നത്. ഇപ്പോൾ അധികം കൺഫ്യൂസ്ഡ് ആവണ്ട, വിൽ കം ഇൻ ടു ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ടൈറ്റിൽ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ fall into place when you read the text. So before we begin, let us go into the details about Chandraban Prasad. So this is a new name exactly, but we know from the very title he is an Indian. So Indian who fought for, remember that this following term, Dalit cause. എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കോസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പല സാഹചര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദറ്റ് പേർപ്പസ് ദാറ്റ് ഗിവ്സ് മീനിങ് ടു അ ലൈഫ്. നമ്മുടെ ലൈഫിന് അർത്ഥമില്ല എന്ന് തോന്നുമ്പോൾ സർവൈവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു കച്ചത്തുരമാണ് ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോളിനെയാണ് നമ്മൾ ഈ കോസ് എന്ന് പറയാം. അപ്പം ദിസ് മാൻ ഹാഡ് എ ദളിത് കോസ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ദളിത്സ് അല്ലെങ്കിൽ സോ കോൾഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയായിരുന്നു ഫുൾ ജീവിതം മാറ്റി വെച്ചിരുന്നത്. സോ ഹിസ് പേർപ്പസ് അല്ലെങ്കിൽ ഹിസ് മോട്ടോ വാസ് ദളിത് കോസ്. ആ വേർഡ് മറക്കരുത്, ദളിത് കോസ് എന്നുള്ളത്. സോ ചന്ദ്രബൻ പ്രസാദ് ഇസ് വൺ ഓഫ് ദ പോസ്റ്റ് അംബേദ്കറൈറ്റ് ദളിത് ഇൻ്റലക്ച്വൽസ്. അംബേദ്കറിനെ അറിയാലോ. സോ കോൾഡ് ഡൗൺ ട്രോഡൻ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഏറ്റവും വലിയ രീതിയിൽ സംസാരിച്ച എല്ലാവരുടെയും റോൾ മോഡലായ ഫിഗറാണ് അംബേദ്കർ. സോ ദളിത് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന എല്ലാവരും തൻ്റെ ആരാധന പുരുഷനായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് അംബേദ്കർ. സോ ദിസ് പേഴ്സൺ ഓൾസോ ഹാഡ് അംബേദ്കർ ആസ് ഹിസ് റോൾ മോഡൽ. Prasad was born in 1958 in Badwan village in Asamgarh, Uttar Pradesh. Chandraban Prasad began his writing as the last decade of 20th century dawned. He is the first Dalit to gain regular space in National English Daily. He has been writing a weekly column called Dalit Diary since 1999 in the paper called Pioneer. That is very important. ആള് 1958 ജനിച്ചു ആൻഡ് ലാസ്റ്റ് ഡെക്കേഡ്സ് ഓഫ് 1990s, അതായത് 1990 തൊട്ട് 2000 വരെയുള്ള സമയങ്ങളിലാണ് കൂടുതലും എഴുതി തുടങ്ങിയത്. ആൻഡ് ഹി ഓൾസോ ഗോട്ട് attention and fame very easily, കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടായതുകൊണ്ട്. മാത്രമല്ല, ഹി വാസ് എ ഫസ്റ്റ് എവർ മെമ്പർ ഫ്രം ഹിസ് കമ്മ്യൂണിറ്റി. ആൾ ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളാണ്. ഹി ഗോട്ട് എ കോളം ഓഫ് ഹിസ് ഓൺ ഇൻ ദ വെരി ഫേമസ് ന്യൂസ് പേപ്പർ കോൾഡ് പയോനിയർ. 1999 തൊട്ട് പയോനിയർ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ ആൾക്ക് സ്വന്തമായിട്ട് ഒരു റൈറ്റിംഗ് സ്പേസ് ഉണ്ട്, ഒരു കോളം ഉണ്ട്. ആൻഡ് ഹി ടൈറ്റിൽ ദാറ്റ് കോളം ഇസ് ദളിത് ഡയറി. അപ്പോൾ എല്ലാം ദളിത്തിനെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പയോനിയറിൽ എഴുതിയ
കൊണ്ടിരുന്ന കോളത്തിലെ ഒരു കോളമാണ് ദളിത് ഡയറിയുടെ ഒരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഈ വായിക്കാൻ പോകുന്ന ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചാതുർവർണ്ണ. He has since written for leading Hindi dailies and is regular face on Indian television channels. In 1991, he started the Dalit Shiksha Andolan in Uttar Pradesh. He is also the architect of Bhopal document of 2001 that sought to create opportunities beyond reservation for Dalits. So Dalitsinu vendi thanneyaanu ellam cheythirikkunne. He started a movement called Dalit Shiksha Andolan. Andolan is a movement. So he started something called Dalit Shiksha Andolan. അതായത് ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കുള്ള എഡ്യൂക്കേഷന് വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റ് തുടങ്ങി 1991. 2001 ഭോപ്പാൽ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു. ദാറ്റ് ആക്ച്വലി fought again for Dalits. He also acts as an advisor to Dalit Indian Chamber of Commerce and Industry. In 2007 and 8, Prasad was a visiting scholar at the Center of Advanced Study of Asia at the University of Pennsylvania. He has been profiled by the New York Times and Washington Post. Prasad's writing include Defying the Odds, The Rise of Dalit Entrepreneurs, co-authored with Devesh Kapoor and D. Shyambabu. Having started with the Marxist-Leninist movement, Chandraban Prasad today sees capitalism and neoliberalism as a means to neutralize caste. So, ആള് എത്ര വലിയൊരു ഫിഗർ ആയിരുന്നു എന്നുള്ളത് നമ്മൾക്കിപ്പോൾ ഈ ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഹി വാസ് ആക്ച്വലി എ വിസിറ്റിംഗ് സ്കോളർ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ. അവിടെ പോയി ദളിത്തിന് വേണ്ടി, അതായത് നമ്മുടെ കൺട്രിയുടെ ബൗണ്ടറീസിനെയൊക്കെ ക്രോസ് ചെയ്ത് ഹി ഹാസ് ബീൻ വർക്കിംഗ് വെരി വെരി ഹാർഡ് ഫോർ ദ സപ്പോർട്ട് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദളിത് കമ്മ്യൂണിറ്റി. ആൻഡ് ആളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഡിഫൈങ് ദി ഓഡ്സ്, ദ റൈസ് ഓഫ് ദളിത് ഓൺടർപ്രനേഴ്സ്, വിച്ച് ഹി ആക്ച്വലി co-authored with 2 other people. ആൻഡ് ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ആളുടെ മൂവ്മെൻറ്റിൻ്റെ ആൾ ഫൈറ്റ് ചെയ്ത രീതി ഈസ് ഡിഫറെൻറ്റ്. ബാക്കിയുള്ളവരെ പോലെയല്ല. നമ്മളെപ്പോഴും പുച്ഛിക്കുന്ന അല്ലെങ്കിൽ പവർഫുൾ പീപ്പിളുടെ മാത്രം ബെനിഫിറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്യാപിറ്റലിസവും നിയോ ലിബറലിസവും ഇയാൾ കണ്ടത്, ചന്ദ്രബൻ പ്രസാദ് കണ്ടത് ദളിത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ്. അതെങ്ങനെ എന്നുള്ളത് നമുക്ക് കുറച്ച് താഴെ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷേ റിമെമ്പർ ദീസ് ടേംസ്, ക്യാപിറ്റലിസം ആൻഡ് നിയോ ലിബറലിസം. വി നോ വാട്ട് ക്യാപിറ്റലിസം ഇസ്, വി ബീൻ ഡിസ്കസിങ് അബൌട്ട് ക്യാപിറ്റലിസം. വി നോ വാട്ട് ലിബറലിസം ഇസ്. അതിൽ നിയോ ലിബറലിസം, ദിസ് വാസ് ഓൾവേസ് സീൻ സംതിങ് യൂസ്ഫുൾ ഓൺലി ഫോർ ദ പവർഫുൾ പീപ്പിൾ അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ആർ വിത്ത് മണി. പക്ഷേ ഹിയർ എ ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ഇസ് സീൻ വെൻ Prasad says that this could be used even for the benefit of the people, Dalit people. സോ ചന്ദ്രബൻ പ്രസാദ് ഇസ് എ വേഫെയറർ, അതായത് മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുന്ന മനുഷ്യനെയാണ് നമ്മൾ വേഫെയറർ എന്ന് പറയുക. അപ്പോൾ ദളിത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ലൈഫിൽ മുന്നോട്ട് വരണം എന്ന് വെളിച്ചം കാണിച്ചൊരു വ്യക്തിയാണ് പ്രസാദ്. ഹി ഈസ് ട്രൈങ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് പോസിബിൾ വേസ് ടു ലിബറേറ്റ് ഹിസ് പീപ്പിൾ. He loves his community and for it he has dedicated his professional life in entirety. He has utilized his fame to advance the Dalit cause in his chosen field. He has toyed with new ventures and that is what brought him to propose Dalit capitalism. A radical imagination of finding avenues in the centers of liberal structures. He was pragmatic who advised Dalit movement to seek share in globalization instead of wasting resources, time and talent in trying to stop the unstoppable. So ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇങ്ങയുടെ വളരെ എത്രത്തോളം he was putting his words into action എന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം മുന്നോട്ട് വരൂ എന്നുള്ള ആദർശം പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നെങ്കിൽ ഈ വ്യക്തി, പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി, പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളിരുന്ന് മുറവിളി കൂട്ടാതെ, നമ്മൾക്ക് ഒന്നും തരുന്നില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെ പറയുന്നത്, അന്ന് സോ കോൾഡ് പവർഫുൾ പീപ്പിൾ ഏത് മെക്കാനിസംസ് ഉപയോഗിച്ചാണോ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ്, നമ്മളിപ്പോൾ കുറച്ച് വേർഡ്സ് വായിച്ചു, ക്യാപിറ്റലിസം, നിയോ ലിബറലിസം, ഗ്ലോബലൈസേഷൻ. ഇതെല്ലാം പവർഫുൾ പീപ്പിൾ വെർ മേക്കിംഗ് യൂസ് ഓഫ് ഓൾ ദീസ് തിങ്സ് ടു മേക്ക് മോർ പവർ അല്ലെങ്കിൽ ടു കണ്ടിന്യൂ ഇൻ പവർ. അപ്പോൾ ഹീ ഈസ് ആക്ച്വലി ടെല്ലിംഗ് ദീസ് ദളിത് പീപ്പിൾ, സ്റ്റോപ്പ് ക്രൈം, സ്റ്റാർട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സച്ച് എ വേ വെ യു ക്യാൻ ഫൈൻഡ് യുവർ ബെനിഫിറ്റ്സ്. നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴാണ് ഒന്നും കിട്ടാതിരിക്കുന്നത്. പകരം സ്റ്റാൻഡ് ഓൺ ടു ആൻഡ് സ്റ്റാർട്ട് ഫൈറ്റിംഗ് and start earning for yourself, making use of all the 3 same things which is helping the powerful to continue in power. You can do it. It's going to happen. ആ പെർസ്പെക്റ്റീവ് മാത്രം മാറ്റിയാൽ മതി എന്നൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് ചന്ദ്രബൻ പ്രസാദ്. Coming into our essay, Love Lines in the Times of Chaturvarna, we are actually going to talk about the concept of love within the confines of caste system. Love എന്ന് പറയുന്ന എത്ര ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ഇൻസൈഡ് ദ കൺഫൈൻസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, അതെങ്ങനെയാണ്